പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് സോയാബീൻ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, കടുക്, ഉലുവ, പിന്നെ എണ്ണ വേണം. എണ്ണ വെളിച്ചെണ്ണ എന്താ ചോദിക്കാൻ ഞാൻ ഇപ്പോൾ ഇവിടെ എണ്ണയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സുർക്ക വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇവിടെ സോയാബീൻ മസാല ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് പൊരിച്ചെടുക്കുക, അല്ലാതെ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. പൊരിച്ചെടുത്താൽ വേറെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ പൊരിച്ചെടുത്തിട്ടാണ് അച്ചാറിടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനത് പൊരിച്ചെടുത്തിട്ടാണ് അച്ചാറുണ്ടാക്കണത്. അപ്പോൾ ഞാനിതിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അച്ചാറിടുന്നത്. അപ്പോൾ ചട്ടിയിൽ അച്ചാറിടാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ കായ ഇടുന്നുണ്ട് കേട്ടോ, പറയാൻ മറന്നു. അപ്പോൾ കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. നമുക്ക് എണ്ണ വീട്ടി കൊടുക്കാം. എണ്ണ വീട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കട്ടെ. കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. നല്ല പൊട്ടട്ടാണ് ഇട്ടിട്ടാൽ മതി, തിരക്കിട്ടല്ല. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ചധികം വേപ്പിൻ്റെ ഇല ഇട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വേപ്പിൻ്റെ ഇല ആയിരുന്നു നല്ലതാ. നമുക്കിത് ഇഞ്ചി, വെളുത്തുള്ളി, നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇടാം. നല്ല വഴറ്റി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നല്ല വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അച്ചാർ പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ, മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം. കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സോയാബീൻ പൊരിച്ചത്. സുർക്കട്ട ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പം ഞാനത് ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണ്ടവരിട്ടാൽ മതി. തീയൊന്ന് കത്തിച്ച് കൊടുക്കട്ടെ. കുറച്ചും കൂടി സുർക്ക ഇട്ടിട്ട്
ഒന്ന് തിളപ്പിക്കാൻ കൂടെ കേട്ടോ. അതിലൊന്നും സെറ്റൊക്കെ പിടിക്കേണ്ട വേഗം ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് നമ്മളെ അച്ചാർ ഇവിടെ ഏകദേശമായി. ചട്ടി വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുക്കാൻ നല്ല രസമായിട്ടാണ്. സോയാബീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ പൊരിക്കാൻ മാത്രമല്ല ഇങ്ങനെ ചെയ്ത് നോക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അച്ചാറാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചട്ടിയിലുണ്ടാക്കിയാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ചെയ്യും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.